നമ്മുടെ സഭ ഇന്ന് ഒരു സ്വതന്ത്ര സ്വയാധികാര സഭയായി. നമ്മൾ ഈ അഭിവാദ്യം ആചരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർക്കണം. നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് നമുക്ക് നമ്മുടേതായ വലിയൊരു ആത്മീയ പിതൃസ്വത്തുണ്ട്. അത് ആഗോള സഭയുടെ മുഴുവൻ സ്വത്താണ്. നമുക്ക് അത് നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ജീവിക്കണം, നമ്മൾ ജീവിച്ച് കൈമാറണം. അതിനുള്ള എല്ലാ ഉത്തരവാദിത്വവും സ്വാതന്ത്ര്യവും അധികാരവും ഇന്ന് സഭയ്ക്ക് കൈവന്നിരിക്കുന്നു. നമ്മുടെ സഭയ്ക്ക് നമ്മൾ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇപ്പോഴത്തെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് പതിവനുസരിച്ച് തൻ്റെ ഉത്തരവാദിത്തത്തിന് ശേഷം മാർപ്പാപ്പയെ കണ്ട് ആ വിധേയത്വം പ്രഖ്യാപിക്കുന്ന കാര്യമായിരുന്നല്ലോ. ഗവൺമെന്റിന്റെ അംഗങ്ങൾ കൂടെ പിതാവിനോടൊപ്പം മാർപ്പാപ്പയെ കാണുകയുണ്ടായി. മാർപ്പാപ്പയുടെ പരാമർശം ഞങ്ങളെയൊക്കെ വളരെയധികം ആവേശപ്പെടുപ്പിച്ചു. അതിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഇവിടെ പരസ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ സഭയെ നന്നായിട്ട് അറിയുന്ന ഒരു മാർപ്പാപ്പ, നമ്മുടെ സഭയെ വളരെയേറെ സ്നേഹിക്കുന്ന ഒരു മാർപ്പാപ്പ, നമ്മുടെ സഭ അതിൻ്റെ യഥാർത്ഥമായ ആ പ്രവൃത്തിയിലും ശോഭയിലും വളരണമെന്ന് ആഗ്രഹിക്കുന്ന മാർപ്പാപ്പ, നമ്മുടെ സഭയുടെ സംഭാവനകളെ അറിഞ്ഞ് അതിനെ നന്ദിയോടെ അനുസ്മരിക്കുന്ന ഒരു മാർപ്പാപ്പ, പ്രത്യേകിച്ച് ധാരാളമായ മിഷണറിമാരുടെ സംഭാവന, ദൈവവിളികളുടെ ആ സമ്പന്നത ഇതെല്ലാം മാർപ്പാപ്പ എടുത്തു പറയുകയുണ്ടായി. മാർപ്പാപ്പയുടെ ഒഫീഷ്യൽ പുസ്തകത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ മാത്രമായിട്ട് സംഭാഷണം നടത്തുകയുണ്ടായി. അപ്പം മാർപ്പാപ്പ ഇക്കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി ഒരു അഭിമാനത്തോടുകൂടെ. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ വളർച്ച ആഗ്രഹിക്കുന്ന ഒരു മാർപ്പാപ്പ. അതോടൊപ്പം തന്നെ ഇവിടെ നിത്യപിതാവ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സഭയിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ, അതേക്കുറിച്ച് വേദനിക്കുന്ന ഒരു മാർപ്പാപ്പ, അത് പരിഗണിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മാർപ്പാപ്പ, സഭയിൽ അനുസരണം എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് എടുത്തു പറഞ്ഞ മാർപ്പാപ്പ. അനുസരണം ഇല്ലെങ്കിൽ സഭയോടുകൂടിയല്ല. മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളാണ്. ഒബീഡിയൻസ് ഇല്ലെങ്കിൽ സഭയോടുകൂടിയല്ല. സഭയോടുകൂടിയല്ലെങ്കിൽ ഒബീഡിയൻസിന് സഭയില്ല, അവിടെ ആ കമ്മ്യൂണിയൻ ഇല്ല, സഭയോടുള്ള കമ്മ്യൂണിയൻ ഇല്ല. ആ കമ്മ്യൂണിയൻ ഇല്ലെങ്കിൽ അത് ശീഷ്മയാണ് എന്ന് തന്നെ മാർപ്പാപ്പ പറഞ്ഞു. അപ്പോൾ സഭയിൽ ഐക്യത്തിൻ്റെ ആവശ്യകത, ഐക്യത്തിൻ്റെ കൂടാശയാണ് പരിശോധന. മാർപ്പാപ്പ പഠിപ്പിച്ചെഴുതുകയുണ്ടായി, സഭ വിശുദ്ധ കുർബാനയിൽ നിന്ന് ജനിക്കുന്നു, സഭ വളരുന്നത് വിശുദ്ധ കുർബാനയിലൂടെ എന്ന്. സഭയുടെ ഉത്ഭവം വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. സഭ അനുദിനം വളരുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. ആ വിശുദ്ധ കുർബാന തന്നെ നമ്മുടെ സഭയിൽ അനൈക്യത്തിൻ്റെ വേദിയായി മാറി എന്നുള്ളത് തീർച്ചയായും പൈശാചികമായ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സഭയിലെ ഐക്യം അഹങ്കുലം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. സഭ കത്തോലിക്ക സഭയുടെ കെട്ടുറപ്പെന്ന് പറയുന്നത് അത് തന്നെയാണ്. അതെല്ലായിടത്തും എല്ലാ മേഖലകളിലും യാഥാർത്ഥ്യമാകണം. ദൈവകൃപയാൽ നമ്മുടെ ഈ അതിരൂപത ആ ഐക്യത്തിൽ എന്നും ഉറച്ചു നിൽക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ട്, അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്.
ആ ഒരു ഐക്യം എക്കാലവും ഉണ്ടാകണം. ആ ഐക്യം അന്യതലത്തിലും ഇടവക തലത്തിലും കുടുംബതലത്തിലും മറ്റെല്ലാ മേഖലകളിലും ഉണ്ടാകണം. വെറും നിസ്സംഗമമായ ഒരു ഐക്യമല്ല, സജീവമായ ഐക്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കാളിത്തം ഉണ്ടാകണം. നമ്മുടെ 500-ലധികം വൈദികരാൽ സമ്പന്നയായതാണ് ഒരു കുടുംബമാണ്. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. വൈദികരുടെ ആ നല്ല നേതൃത്വം, അവരുടെ അധ്യസ്ഥത, അവരുടെ ആത്മീയത, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ട വൈദികരെ, നിങ്ങളോട് ഞാൻ വീണ്ടും ഇത് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ദൈവനിയോഗത്തിൽ അല്പം പോലും വെള്ളം ചേർക്കപ്പെടരുത്. വലിയൊരു ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. പൗരോഹിത്യമെന്നുള്ളത് ദൈവത്തിൻ്റെ ജനത്തെ ഒരു മനസ്സോടെ ഒരു ദിശയിൽ നയിക്കാൻ, ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ കൂട്ടായ പ്രവർത്തനത്തിന് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ വലിയ അതിനിടയിൽ ഈ വലിയ പൗരോഹിത്യ കൂട്ടായ്മയുടെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ദേവജനം 4 ലക്ഷം എന്ന ദേവജനം ഒരൊറ്റ കുടുംബമായിട്ട് ജീവിക്കണം. നമ്മുടെ കുടുംബങ്ങൾ ഈ നേരെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പലതരത്തിലുള്ള വെല്ലുവിളികൾ. നമ്മൾ ഗൗരവമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ കുടുംബങ്ങൾ ശിഥിലമായി മാറും. പലതും മാറിക്കൊണ്ടിരിക്കുന്നു. സമൂഹം ഇവിടെ ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്നു. അത് നിസ്സംഗതയോടെ നോക്കി നിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ശ്രദ്ധ തിരിയണം. കുടുംബത്തിലെ ഓരോ കുടുംബത്തെയും ഓരോ കുടുംബാംഗത്തെയും അറിയണം. പുറത്തു പോകുന്ന എല്ലാവരും രക്ഷപ്പെടുന്നില്ല. ധാരാളം പേര് മൈഗ്രൻസ് ആയിട്ട് മാറുകയാണ്. പോകുന്നവരെല്ലാം രക്ഷപ്പെടുന്നുണ്ടെന്ന് ആരും നിങ്ങൾ ചിന്തിക്കരുത്. എല്ലാ തരത്തിലുമുള്ള അധപ്പതനം സംഭവിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ വ്യതിചലനം ഉണ്ടാകുന്നുണ്ട്. കുടുംബജീവനം തകരുന്നുണ്ട്. ദാമ്പത്യ വിശ്വസ്തത നഷ്ടപ്പെടുന്നുണ്ട്. ലൈംഗികതയുടെ പവിത്രത നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ കുടുംബങ്ങൾ തകരുന്ന അവസ്ഥാവിശേഷമുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സമർപ്പിതരായ സമർപ്പിതർ, പ്രത്യേകിച്ച് സന്യാസിനികൾ, അവരുടെ വലിയ സേവനത്തെ, ആ സമർപ്പണത്തെ ഞാൻ ഏറെ വിലമതിക്കുന്നു. പക്ഷേ ദൈവവിളിയുടെ വലിയൊരു കുറവ് അവർ നേരിടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നല്ല ദൈവവിളികൾ ഉണ്ടാകണം. അത് പൗരത്വത്തിലേക്കും സമർപ്പണത്തിലേക്കും സന്യാസത്തിലേക്കും ഒക്കെ നല്ല ദൈവവിളികൾ നമുക്കുണ്ടാകണം. കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇങ്ങനെയുള്ളവരുടെയൊക്കെ സമർപ്പണമാണ്. ഈ അനാഥരായിരിക്കുന്നവരെ, ആരും നോക്കാനില്ലാത്തവരെ, വികലാംഗരെ ഒക്കെ നോക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ, അവിടെ സ്വന്തം മക്കളെ പോലെ അവയെല്ലാം സ്വീകരിച്ച് പരിചരിക്കുന്ന സമർപ്പിതരായ ആൾക്കാർ. ഇനി അവങ്ങനെയുള്ളവരെ നോക്കാൻ നാളെ ആൾക്കാരുണ്ടാവുകയില്ല ഇന്നത്തെ അവസ്ഥ തുടരുകയാണെങ്കിൽ. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഗൗരവമായി കാണേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങളെ കാലങ്ങളൊക്കെ നമ്മുടെ പിതാവ് നമ്മുടെ അഞ്ചുമതിയുടെ സംഭാവനകളെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. അതെ, അതിനൊക്കെ അന്ന് നമുക്ക് സാധിക്കും. പക്ഷേ എത്ര നാൾ തുടരും, നമുക്ക് ആളുകളുണ്ടോ എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മുടെ അധികപതിയാകുന്ന ഈ കുടുംബം നമ്മുടെ സഭാ കൂട്ടായ്മയാണ്. അത് ലോകാവസാനം വരെ നിലകൊള്ളണം. അതിന് ഇന്നത്തെ തലമുറയാണ് ഉത്തരവാദിത്വം വഹിക്കേണ്ടിയിരിക്കുന്നത്. നാളത്തെ തലമുറ ഉണ്ടാകുമോ എന്ന് നിർണ്ണയിക്കേണ്ടത് ഇന്നത്തെ തലമുറയാണ്. ആ കാര്യത്തിൽ നിരുത്തരവാദിത്വം ഉണ്ടാകാൻ പാടില്ല. വിവിധ ഇടവകളിലെ
പ്രതിനിധികളായിരിക്കുന്നവർ ഇവിടെ എത്തിയിട്ടുണ്ട്. കൈക്കാരന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. ഗൗരവമായി ചിന്തിക്കണം ഓരോ ഇടവുകയും. നമ്മുടെ പ്രവണത ഇതിൽ കുറേയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ കഴിഞ്ഞ തലമുറകൾ പൂർവന്മാരെ പകർന്നു വന്ന ആത്മീയതയുടെ ആഴം, ആ സഭയോടുള്ള ബന്ധം ഒക്കെ കുറേയൊക്കെ ലോലമായി തീർന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ പവിത്രത, കുടുംബത്തിന്റെ വിശുദ്ധി, കുടുംബത്തിലെ പ്രാർത്ഥനാ ചൈതന്യം അത് അഭംഗുരം നിലനിൽക്കണം. സഭയോട് ചേർന്ന് നല്ല ദൗരാസിക ജീവിതം നയിച്ച് സഭയെ അനുസരിച്ച് കൂട്ടായ്മയിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരു സഭാ കൂട്ടായ്മയായി നമുക്ക് മാറാം. നമുക്ക് ഇനിയും അതിനുവേണ്ടി പരിശ്രമിക്കാം. നമ്മുടെ ഈ കൂട്ടായ്മ വളർന്നു വരട്ടെ. അത് ദൈവത്തിനും സഭയ്ക്കും സന്തോഷത്തിന് കാരണമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപയോഗിക്കുന്നു. നന്ദി, നമസ്കാരം.